ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കഷ്ണമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം തൊലിയെല്ലാം ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കാം. തൊലിയെല്ലാം ചെത്തിയതെല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും പ്രത്യേകം വാട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, വാളംപുളി. ഇനി നമ്മളൊരു ചീഞ്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് അതിനകത്തേക്ക് ഇട്ട് വാട്ടി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന്. കഷ്ണങ്ങൾ അതേപോലെ ഇരുന്നോളും. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ കഷ്ണത്തിനകത്ത് മഞ്ഞളിടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയും നമ്മളെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്തു. ഇനി നമുക്കിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വാളംപുളിയുടെ വെള്ളമാണ് സാമ്പാറിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നതിൽ. ഞാൻ ആവശ്യത്തിനുള്ള ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി വാട്ടിയതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വെണ്ടയ്ക്കൊന്നും ഉടയാതെ ഇരുന്നോളും. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കതിനൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇനി നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും വത്തൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ചേർക്കണം. മല്ലിപ്പൊടി, മുളകും പൊടി, സാമ്പാറും പൊടി, മഞ്ഞൾ, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. സാമ്പാറും പൊടിയിൽ കായുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക കായ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല കുറുന്നനെയായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പൊടികളെല്ലാം ഇതിനകത്തേക്ക് ഇട്ടു നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്.